ഇന്ന് ഞാൻ പത്തേരിപ്പല്ലിൻ്റെയും കുഞ്ഞേരിപ്പല്ലിൻ്റെയും കഥ പറഞ്ഞു തരാം. പത്തേരിപ്പല്ലിൻ്റെ വായിൽ നിറയെ പല്ലുകളായിരുന്നു, 10 വരി പല്ലുകൾ. എത്ര തേച്ചാലും വൃത്തിയാവില്ല. അതുകൊണ്ട് എല്ലാവരും അതിനെ കളിയാക്കും. കുഞ്ഞേരിപ്പല്ലിൻ്റെ വായിലാണെങ്കിൽ വളരെ കുറച്ച് പല്ലുകളേ ഉള്ളൂ, 1 വരി പല്ലുകൾ. അത് നിരയൊത്ത ഭംഗിയുള്ള പല്ലുകൾ. അതുകൊണ്ട് എല്ലാവർക്കും അവനെ വലിയ ഇഷ്ടമായിരുന്നു. പത്തേരിപ്പല്ലിനെ ആരും കളിക്കാൻ കൂട്ടില്ല, എല്ലാവരും കളിയാക്കും. കുഞ്ഞേരിപ്പല്ലിനാണെങ്കിൽ അതുകൊണ്ട് പത്തേരിപ്പല്ലിനോട് വലിയ അകൽച്ചയായിരുന്നു, ഇഷ്ടമല്ലായിരുന്നു. ഒരിക്കൽ പത്തേരിപ്പല്ലൻ ഒരു കല്യാണത്തിന് പോയി. സദ്യയെല്ലാം ഉണ്ട് കഴിഞ്ഞിട്ട് എത്ര വാ കഴിയിട്ടും പല്ലൊന്നും വൃത്തിയായില്ല. എന്നിട്ട് അവന് തിരിച്ച് വീട്ടിലേക്ക് നടന്നു വന്നു. ഉച്ച കഴിഞ്ഞ സമയമാണ്, വയറ് നല്ലോണം നിറഞ്ഞു ഇരുന്നു. അവന് ഉറക്കം വന്നു. അപ്പോൾ ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ ഉറങ്ങാൻ കിടന്നു. ആ മരത്തിൽ ഭൂതത്തന്മാർ താമസിക്കുന്നുണ്ടായിരുന്നു. പത്തേരിപ്പല്ലൻ വായ തുറന്നാണ് കിടന്നത്. അപ്പോൾ വായിൽ നിന്ന് സദ്യയുടെ മണം വന്നു. ഭൂതത്തന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? കഥയുടെ ലിങ്ക് താഴെയുണ്ട്, കേട്ടു നോക്കൂ.